നടുവിന്റെ അടുത്ത് ഭയങ്കര വേദനയായിരുന്നു. ആ അപ്പോഴ് അത് മിന്നി പിടിക്കുന്ന കണക്കും ഒക്കെയാണ്. എനിക്ക് നടക്കാനും ഇന്ന് തന്നെ എനിക്ക് ആഹാരമൊന്നും പാകം ചെയ്യാൻ പറ്റിയില്ല. ഉം ഇച്ചിരി മുറ്റം തൂത്തപ്പം തന്നെ. അപ്പോഴ് ഒട്ടും വയ്യായിരുന്നു. അപ്പോഴിപ്പം പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ കൈവച്ച് എനിക്ക് തന്നെ അപ്പോഴും നോക്കിയപ്പോ എനിക്ക് നല്ല ചൂട്. ഞാൻ ഇങ്ങനെ കൈവച്ചപ്പോഴേ ഉം ഒരു ഉം ഭയങ്കര തിളയ്ക്കുന്ന ചൂട്, നമുക്ക് നല്ല ആവി അടിക്കത്തില്ലേ, ഉം. അതുപോലെ ഒരു അനുഭവം എനിക്ക് വന്ന് ഇ- ഇപ്പൊ ബ്രദറെ. വേദന ഇപ്പൊ ഉണ്ടോ എനിക്ക് അവിടെ? നല്ല സുഖമുണ്ട്. ഇല്ല, വേദന ഇല്ല, ഇത് മാറി നിങ്ങൾ എനിക്ക്. കേട്ടെ, പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുടെ തൊടലാണ് സൗരി പറഞ്ഞത്. ഭയങ്കര ചൂട് സിസ്റ്റർ, ശരിക്കും ചൂട് അവിടെ ആ അനുഭവിച്ചു സിസ്റ്റർ. ആ, നല്ല ചൂട്. എന്റെ നല്ല ചൂടെന്ന് പരിശുദ്ധാത്മാവേ, വെച്ചാൽ നമുക്ക് നല്ല ചൂട് അഭിഷേകത്തിന്റെ വന്ന്. അഭിഷേകത്തിന്റെ അഗ്നിയുടെ സ്പർശനമാണത്. സൗരി പറഞ്ഞു കേട്ടില്ല, ഇടുപ്പിന്റെ അവിടെ വേദനയായിരുന്നു, ഭയങ്കര ഒരു ചൂട് അവിടെ വന്നു. ഇപ്പൊ സിസ്റ്റർ അതെ അതെ. നോക്കിയപ്പോ അവിടെ വേദനയില്ല. നമ്മൾ നശിപ്പിക്കുന്ന ചൂടല്ല കേട്ടോ, ഇത് ദഹിപ്പിക്കുന്നതല്ല, ഇത് സൗഖ്യമാക്കുന്നതാ. ഓക്കെ ആകുന്ന ചൂട് ഗോഡ് തന്നെ. ബ്ലസ് യു സിസ്റ്ററെ. കർത്താവിന്റെ വലിയ സ്പർശനത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. അടുത്തയാള് പെട്ടെന്ന് നോക്കിക്കൊന്ന്, നമുക്ക് അടുത്തൊരു ആലോചനയിലേക്ക് കയറണം. അടുത്തയാള് ചെക്ക് ചെയ്ത് ആ ഇടിപ്പിന്റെ ആ ആ എനിക്ക് നാളുകളായിട്ട് എനിക്ക് ഇടുപ്പിന്റെ വേദനയുള്ള. ഇപ്പം നോക്കിയിട്ട് വേദനയില്ല, ഒട്ടും വേദനയില്ല. ഇല്ല. എത്ര നാളായിട്ട് വേദന അനുഭവിച്ച സൗരി? എനിക്ക് ഏകദേശം കുറെ വർഷങ്ങളായിട്ടുണ്ട്. എന്നാലും 2 വർഷം. അത് കൂടുതലാ. ഞാൻ ചോദിക്കുന്ന വേറെ ഒന്നുമല്ല, ഇത് ആ അതെപ്പോഴും ഉണ്ടാകാറില്ല, ആ എപ്പോഴും ഉണ്ടാകാറില്ല. ചില സമയങ്ങളിൽ ഭയങ്കര നടക്കാനൊന്നും ഒക്കത്തില്ല, ഈ അതുപോലെ വേദന എനിക്ക്. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വരെ വേദന ഉണ്ടായിരുന്നോ? സൈഡ് വേദനയുണ്ട്. വലിയ ഇതില്ലായിരുന്നു, സിവിയർ ഇല്ലായിരുന്നു. ഉം പക്ഷെ ഇത് ഒത്തിരി നേരം നടക്കെടുക്കുകയോ ചെയ്താൽ സിവിയർ ആയിട്ട് വേദന ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ വളരെ റെസ്റ്റിലാണ്. ഇപ്പൊ കൈ ഇപ്പം വെച്ചപ്പോ എന്നാണ് സംഭവിച്ചത്? എണ്ണീറ്റ് നോക്കിയപ്പോ ഇപ്പൊ വേദനയില്ല, എണ്ണീറ്റ് നടന്നിട്ട്. കണ്ടോ? കർത്താവ് അങ്ങ് സൗഖ്യമാക്കി, കൃപയ്ക്ക് നന്ദി. ഇനി സൗഖ്യമായവര് ശ്രദ്ധിച്ചോണേ, ഉടനെ പറയണം, കർത്താവ് ഇനി ഒരു രോഗത്തിനോ എന്റെ മേൽ അവകാശമില്ല, എല്ലാ വാതിലും ഞാൻ അടയ്ക്കുന്നു എന്ന് പറയണം. മനസ്സിലാകുന്നുണ്ടോ? ശ്രദ്ധിച്ചോണേ. സൗഖ്യമാകുന്നവരെ അങ്ങനെ പറഞ്ഞ് ഡോർ അടച്ച് ആ വാതിലങ്ങ് അടച്ച്, ആ രോഗശക്തിക്ക് ഇനി കേറാൻ പറ്റത്തില്ല. ഡോർ അടയ്ക്കുക. സൗരി പറഞ്ഞിട്ടില്ലേ, വർഷങ്ങളായിട്ടുണ്ടായിരുന്ന വേദനയായിരുന്നു. ഇന്ന് കർത്താവ് അത് തൊട്ടു. സൗഖ്യമായവർ ശ്രദ്ധിച്ചോണം. വീണ്ടും ആ രോഗം നിങ്ങളിൽ പ്രവേശിപ്പാതിരിപ്പാൻ യേശുവിന്റെ നാമത്തിൽ ആ ഡോർ അങ്ങ് അടച്ചോണം. ഗോഡ് ബ്ലസ് യു. ഇനി ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ചെക്ക് ചെയ്തിട്ട് കാണാൻ പറ്റുന്നവര്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആ ശരീരത്തിൽ എന്തോ എനിക്കുണ്ടായിരുന്നു ഇടുപ്പിന് വേദന. 2 മാസത്തോളമായി. ഞാൻ ഒരു സൈഡില് മാത്രമേ എനിക്ക് കിടക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ നിമിഷം എനിക്ക് സൗഖ്യമാക്കി എന്റെ ദൈവം. ഇപ്പൊ ഒട്ടും വേദനയില്ല. ഓ എന്റെ കർത്താവേ, അങ്ങേക്ക് സ്തുതി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അങ്ങ് തൊട്ടതിന് നന്ദി. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആമേൻ. അടുത്തയാള് ഇനി ആരെങ്കിലും ഉണ്ടോ? താങ്ക് യു ജീസസ്. സഹോദരങ്ങളെ ഒന്ന് ചെക്ക് ചെയ്തേ, ഒന്ന് ചാടിയൊക്കെ ഒന്ന് എണീറ്റേ. യേശു പറഞ്ഞതുപോലെ കിടക്ക എടുത്ത് നടക്കാന്ന് പറഞ്ഞതുപോലെ അങ്ങ് ചാടി എണീറ്റ് പൊക്കോണം. കർത്താവേ, എന്തോ എനിക്ക് 4-5 ദിവസം ഇരുന്നിട്ട് ആയാലും കിടന്നിട്ടായാലും എഴീക്കുമ്പോ പെട്ടെന്ന് നടക്കാൻ പറ്റില്ല. ആ കാലങ്ങ് ഒടിഞ്ഞു വീഴുമ്പോൾ ആ ഇടുപ്പിന് ഭയങ്കര വേദനയായിരുന്നു. ഇപ്പൊ ഞാൻ നോക്കി, അങ്ങനെ എഴീച്ചൊക്കെ നടന്നു ഇരുന്ന് കിടന്നൊക്കെ നോക്കി. ഇപ്പൊ എനിക്ക് വേദനയില്ല, ഒട്ടും വേദനയില്ല. പൂർണ്ണമായ സൗഖ്യം. അങ്ങനെ പറ, പൂർണ്ണമായ സൗഖ്യം വന്നിരിക്കുന്നത്. അങ്ങനെ പറയേണ്ടത്. യേശുവിന്റെ നാമ മഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടുക. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്ത ആരെങ്കിലും ഉണ്ടോ? സൗഖ്യം ശരീരത്തിന്റെ അകത്ത് അനുഭവിക്കുന്നുണ്ട്. ചെക്ക് ചെയ്ത കിടന്നുകൊണ്ട് തിരിഞ്ഞും മറിഞ്ഞു നോക്കാതെ ചാടിയെന്ന് എണീറ്റേ. അപ്പൊ അറിയാൻ പറ്റും ആ അത്ഭുതം ശരീരത്തിന്റെ മേൽ വ്യാപരിച്ചിരിക്കുന്നു. മറ്റാരെങ്കിലും ഉണ്ടോ? താങ്ക് യു ഹോളി സ്പിരിറ്റ്. മറ്റാരും ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ മുന്നോട്ട് പോവാണേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ചെക്ക് സൗഖ്യം ഇന്ന് ലഭിക്കാത്തവര്, പ്രാർത്ഥിച്ചിട്ട് മാറ്റമില്ലാത്തവര് നിർത്തരുത്. ആലോചനയ്ക്കകത്ത് വെളിപ്പെട്ടതാണ് ഇടിപ്പിന്റെ അവിടെ കർത്താവിന്റെ അഗ്നി തൊടുക. അതുകൊണ്ട് ആ അഗ്നി ഇപ്പോഴും നമ്മുടെ നടുവിൽ തന്നെയുണ്ട്. പിന്നെയും കൽപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് കഴിയുന്നതിന് മുമ്പ് തന്നെ അടുത്ത സാക്ഷി നിങ്ങളുടേതാ. എന്റെ യേശുവേ, കൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തോ. പറയാനുള്ളവരല്ലാതെ എല്ലാവരും സഹോദരങ്ങളെ വളരെ പ്രാർത്ഥനയോടെ ഇരിക്കണേ, വളരെ ശ്രദ്ധിച്ചിരിക്കണേ. കർത്താവ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന സമയമാണ്.
ഇന്ന് പരിശുദ്ധാത്മാവിൽ നിന്ന് വല്ലതും കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. ഓ എൻ്റെ യേശുവേ, ഇന്ന് കർത്താവ് തൊടുക. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നത് ബെർണാഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ബെർണാഡ്, ഈ ബെർണാഡിൻ്റെ ഭവനത്തിൻ്റെ അകത്ത് ഇന്ന് ഞാൻ കാണുന്നൊരു കാഴ്ച, ഒരു ബാഗ് ഇങ്ങനെ പാക്ക് ചെയ്ത് ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ കാണുവാണ്. അതൊരു ആത്മീയ കാഴ്ചയാണ്, ഒരു യാത്ര അയപ്പിൻ്റെ കാഴ്ചയാണ്. എന്നാൽ ഈ യാത്ര അയപ്പ് ഞാൻ കാണുമ്പോൾ തന്നെ ഇത് ഞാൻ ഭൗതിക തലത്തിലല്ല കാണുന്നത്, ആത്മീയ തലത്തിലാണ് ഈ ബെർണാഡിൻ്റെ ഭവനത്തിൽ ഞാൻ കാണുന്നത്. ബെർണാഡുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവേ, അങ്ങയുടെ അത്ഭുത കരം ഇന്നവിടെ വെളിപ്പെടുന്നല്ലോ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ ദുഷ്ടൻ്റെ ആശകൾ നശിക്കും. ഇപ്പോൾ തന്നെ അവൻ പല്ല് കടിച്ചുരുക്കി. ആ ബെർണാഡുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇന്നത് യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണേ. കർത്താവ് ഇന്ന് ആ ഭവനത്തെ തൊടാൻ വേണ്ടി പോവാണ്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി പരിശുദ്ധാത്മാവേ. കൃപ വരുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. മ്യൂട്ട് മാറ്റാൻ, താങ്ക് യു. മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ മ്യൂട്ട് മാറ്റുക. ലൈവിലാണെങ്കിൽ ഏറ്റെടുത്തോണം. കർത്താവ് എന്ന ഭവനത്തിൽ ഇതൊരു ആത്മീയ കാഴ്ചയാണ്. അതൊരു യാത്രയപ്പ്. ആ യാത്രയപ്പ് ഒരു ബ്ലെസ്സിങ് ആയിട്ടല്ല ഞാൻ കാണുന്നത്, പക്ഷെ അതിനെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. ആ കർത്താവെ, അന്നൊരു സമാധാനം അവിടെ ഉണ്ടാകട്ടെ. എല്ലാ മരണത്തെയും ഞങ്ങൾ ആത്മാവിൽ വെട്ടിവിടുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവെ, നന്ദി യേശുവേ. എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ഋതു ഷഖേല മനാസഫ നാറക തൂഷല തേരിയ നസൂസി പറ്റാഫറ സുഷാല തിമാന. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എൻ്റെ ഉള്ളത്തിൽ ഈ അഞ്ജന എന്ന് പറയുന്ന ഒരു പേരെൻ്റെ മനസ്സിലേക്ക് വരും. അഞ്ജന എന്ന് പറയുന്ന ഒരു പേര്. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിനുള്ളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. അഞ്ജനയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അങ്ങയുടെ അത്ഭുത പ്രവൃത്തിയെ ഇന്ന് മകളുമായി ബന്ധപ്പെട്ട് സംഭവിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പം കർത്താവെ, അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു, കൃപയ്ക്കായി സ്തുതിക്കുന്നു. ലോർഡ് ജീസസ്, ഞാനിതിനെ റിലീസ് ചെയ്യുന്നപ്പം വലിയൊരു ദൈവപ്രവൃത്തി അവിടെ ഉണ്ടാകാൻ വേണ്ടി പോകണം. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞു സിസ്റ്ററെ. എന്റെ ആങ്ങളയുടെ മോളാ അഞ്ജന. ആങ്ങളയുടെ മോളാ. എന്നാ കുടുംബത്തിന് വേണ്ടി സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചോണേ. ഈ മോൾ എവിടെയാ ഉള്ളത്? മോള് ജോലിയിലാണ്. അവളുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. ഓ, ഈ അഞ്ജനയുടെ ഹസ്ബൻഡ് മരിച്ചു പോയതാ. ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണേ. ആ മരണം ഒരു എന്താ പറയുന്നത്, ഒരു സ്വാഭാവിക മരണമല്ല. അടുത്തത് ഇവളെ ഉന്നം വെച്ച് നിൽക്കുവാണ് ഈ അഞ്ജനനെ. അവളുടെയും വാർത്ത അങ്ങനെ ആകുമെന്ന് വാദിച്ച് നിൽക്കുന്ന ഒരു മേഖലയാണ് അഞ്ജനയ്ക്ക് വേണ്ടി. എവിടെയാ, ഏത് സ്ഥലത്താ ഉള്ളത്? അത് എന്റെ വീട് പാല, അവരുടെ വീട് തൊടുപുഴയാണ്. അവള് കോതമംഗലത്തൊക്കെ ജോലിയായിരുന്നു. ഇപ്പൊ നിക്കുന്നത് കോതമംഗലത്താണോ? ഇപ്പൊ എവിടെയാന്ന് എനിക്ക് ശരി കറക്റ്റ് അറിയില്ല. ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണേ. കർത്താവ് എൻ്റെ ഉള്ളത്തിൽ പറയുന്നു, അവളെ ഉന്നം വെച്ച് നിൽക്കുന്നതിന്. നമ്മൾ പലപ്പോഴും ഓർക്കും, നിങ്ങളൊരു കുടുംബത്തിൻ്റെ അകത്ത് യേശുവിനെ അറിഞ്ഞത് കുടുംബത്തിൻ്റെ അകത്തുള്ള അനേകരെ വിടുവിക്കാൻ വേണ്ടി. അറിയാവോ, അനേകരെ വിടുവിക്കാൻ വേണ്ടി യേശു കണ്ടിരിക്കുന്നത്. സഹോദരി പ്രാർത്ഥിച്ചോണേ. അതിനുള്ളത് കർത്താവ് അങ്ങനെ തന്നെ പറയുവാണ്, അനർത്ഥം വിട്ടൊഴിയുന്നു. അഞ്ജനയുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഒരു പ്രവർത്തി, നമ്മളെ ദൈവം കണക്ട് ചെയ്യും. നമ്മളിപ്പോൾ ഓർക്കും, കർത്താവ് ഞാനിത് പ്രാർത്ഥിക്കുന്നത് അവർ വല്ലതും അറിയുന്നുണ്ടോ? ഉണ്ട്. ദൈവം ആത്മമണ്ഡലത്തിൽ അത് ബന്ധപ്പെടുത്തും. പ്രാർത്ഥനയുടെ വിടുതൽ കിട്ടിക്കഴിയുമ്പോൾ തന്നെ അവരുമായിട്ട് കർത്താവ് നിങ്ങളെ കണക്ട് ചെയ്യും. നന്ദി യേശുവേ. പരിശുദ്ധാത്മാവേ, പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. ഓ യേശുവേ, എൻ്റെ കർത്താവേ. ഞങ്ങളിപ്പോൾ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, ഏപ്രിൽ മാസം 7-ാം തീയതി ജനിച്ച ഒരു വ്യക്തിയുടെ ഭവനം കർത്താവ് എന്നെ കാണിക്കുക. ആ ഭവനത്തിൽ തന്നെ മാർച്ചുമായി ബന്ധപ്പെട്ട ഒരാളും കൂടി ഉണ്ട്. അതായത് ഏപ്രിൽ മാസം 7-ാം തീയതി ജനിച്ച ഈ വ്യക്തിയുള്ള ഭവനത്തിൽ തന്നെ മാർച്ച് മാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരാളും കൂടെ ആ ഭവനത്തിലുണ്ട്. അത് ആരുടെ ഭവനമാണോ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവേ, അങ്ങയുടെ അത്ഭുതം ആ 2 വ്യക്തികളുടെ മേലേക്കും
ഞങ്ങൾ അയക്കുന്നു എൻ്റെ യേശുവേ. ആരാണോ ഏപ്രിൽ മാസം 7-ാം തീയതി ജനിച്ചിരിക്കുന്നത് ഭവനത്തിൽ, ഇപ്പോൾ തന്നെ ആ വ്യക്തിയെ കവർ ചെയ്യുന്ന ഒരു ദൈവപ്രവൃത്തി ഉണ്ടാവുക. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഞാനിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ജനിച്ചത് എന്റെ ഹസ്ബൻഡാണ്. കേട്ടില്ല സിസ്റ്ററെ? എന്റെ ഹസ്ബൻഡാണ് ഏപ്രിൽ 7 ജനിച്ചത്. ഏപ്രിൽ 7 ജനിച്ചത്. മാർച്ച് ആരാ സിസ്റ്ററെ? മാർച്ച് അനിയത്തീരെ മോള്. അനിയത്തീര മോൾ അല്ലേ? സിസ്റ്ററുടെ അനിയത്തീര മോൾ അതോ ഹസ്ബൻഡിന്റെയോ? എന്റെ അനിയത്തിയുടെ മോള്. സിസ്റ്ററുടെ അനിയത്തീര മോള അല്ലേ? ലോർഡ് ജീസസ്, അണി 2 കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, ഞങ്ങളുടെ ദിവ്യ സമാധാനം ഉണ്ടാകട്ടെ. എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോട്ടെ, എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോട്ടെ എന്നുള്ളത് കർത്താവ് സിസ്റ്റർ ഒരു വാക്ക് പറയുകയാണ്. ഈ കണ്ണുനീര് വീണൊരു ഭവനവാദം, കണ്ണുനീര് വീണ ഭവനമാണ്. അവിടെ വന്നവരെല്ലാം കരയിച്ച അനുഭവങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നത്. ഞാൻ ഉള്ളത്തിലൊരു വെല്ലുവിളി കേൾക്കുവാണ്. ഇതിൻ്റെ അകത്തുനിന്ന് കരയിപ്പിക്കാതെ, കണ്ണുനീര് വീഴ്ത്താതെ ആരെയും ഇറക്കത്തില്ലെന്ന് വാദിക്കുന്ന ഒരു മേഖല ആ മണ്ണുമായി ബന്ധപ്പെട്ട് ഞാൻ കാണുക. ഓ എൻ്റെ യേശുവേ, അതായത് അവിടെ കയറുന്ന വ്യക്തികളെ കരയിപ്പിക്കും, സന്തോഷിക്കുവാൻ അനുവദിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഞാൻ, സത്യമാണോ? സത്യമാണ്, സത്യമാണ്. ഇന്ന് യേശുവിന്റെ നാമത്തിൽ എന്ന് കൽപ്പിക്കുന്നപ്പാ, ആ കുടുംബത്തിന്റെ അകത്ത് വ്യാപരിക്കുന്ന സകല അന്തരീക്ഷങ്ങളെയും ഇപ്പോൾ തന്നെ പിടിച്ചു കൊട്ടുന്ന യേശു തന്ന അധികാരത്തെ ഉപയോഗിക്കുക. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, കൂടെ ഉണ്ടല്ലോ, അങ്ങ് കൂടെ ഉണ്ടല്ലോ. മോനെ മാർച്ചിൽ ജനിച്ചു. മോന് മാർച്ച് ജനിച്ചതാ. ഈ പറഞ്ഞ പോലെയാണോ ഭവനത്തിൽ? അതെ അതെ, മണ്ണൊക്കെ ബന്ധിച്ച് കെട്ടി ഭയങ്കര പ്രശ്നമാണ്. രണ്ടുപേരുടെയും ഭവനം ഇതുപോലെ തന്നെയാണ്, കണ്ണുനീരിന്റെയാ? അതെ. ഓ യേശുവേ. ഇന്ന് കർത്താവ് എന്റെ ഉള്ളത്തിൽ പറയുന്നു, ദൈവം തൊടും. ആരാ ഈ അലക്സുമായിട്ട് ബന്ധപ്പെട്ടത്? ഇന്ന് കർത്താവ് ചിലതിനെ അഴിക്കുവാൻ ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോവാ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുപ്പാ, കർത്താവിന്റെ കൃപ അവിടെ. ഞങ്ങളുടെ ഒരു അടുത്ത കൊച്ചാണ്. അവന് പുറത്തോട്ട് പോകാനായിട്ട് നിന്നിട്ടൊന്നും 2 വർഷമായി പുറത്തോട്ട് പോകാൻ ശ്രമിക്കുന്നു, ഒന്നും നടക്കുന്നില്ല. കർത്താവിന്റെ അത്ഭുതം ഇന്ന് അവിടെ സംഭവിക്കുന്നു സിസ്റ്ററെ. ഞാനിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. അലക്സ് എന്ന് പറയുന്ന എന്റെ മരുമോനാണ്. ഒരു മിനിറ്റ്, ഞാൻ പഴയ പറഞ്ഞുകൊണ്ടിരുന്ന ആലോചനയുമായിട്ട് ബന്ധപ്പെട്ട പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. നന്ദി കർത്താവി. ഗോഡ് ബ്ലസ് യു സഹോദരങ്ങൾ. എന്റെ മോൾക്കും അതെ, പുറത്തേക്ക് പോകാനുള്ള എല്ലാ വാക്തത്വങ്ങളും ഉണ്ട്. പക്ഷെ അത് എല്ലാം തടസ്സം വന്ന് നിൽക്കുക. എന്താ പാസ്പോർട്ട് എടുത്ത് കൈവച്ചിട്ട് പറയണം, കർത്താവ് രാജ്യങ്ങളുടെ നന്മ ഞങ്ങൾ കാണുന്ന ഉറക്കെ ആ ഭവനത്തിന്റെ അകത്ത് വിളിച്ചു പറയണം. അതിന്റെ അന്തരീക്ഷത്തിന് തളം കെട്ടി നിൽക്കുന്ന സകല നെഗറ്റീവുകളും അവിടുന്ന് തകർന്നു മാറും കേട്ടോ. യേശുവിന്റെ നാമത്തിൽ രാജ്യങ്ങളുടെ നന്മ കാണുന്ന പാസ്പോർട്ടെ നോക്കി പ്രവചിച്ചോണം. നന്ദി യേശുവേ. എൻ്റെ ഉള്ളത്തെ കർത്താവ് ഒരു ഭവനം കാണുവാണ്. ഇന്നേക്ക് 3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഭവനത്തിൻ്റെ അകത്ത് ഒരു മരം, ചെറിയൊരു മരമാണ്, ചെറുതാണോ വലുതാണോ, അതിങ്ങനെ വെട്ടി നീക്കിയിരിക്കുക. അതായത് വെട്ടി നീക്കിയിട്ട് അതിൻ്റെ ആ കുറ്റി ഭാഗം ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട്. 3 ദിവസമേ ആയിട്ടുള്ളൂ. ഒരടയാളമായിട്ടൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. മരം വെട്ടി നീക്കിയിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. ഇന്ന് ഞാൻ ആ ഭവനത്തിന് വേണ്ടി ഒരു അടയാളം കാണിക്കുവാണ്. ആ മരത്തിൻ്റെ കുഴപ്പമല്ല, മരം വെട്ടിയതിൻ്റെ കുഴപ്പമല്ല, ഒരടയാളം ആ ഭവനത്തെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാ. ഇപ്പോഴും അതിന്റെ ഭാഗം അവിടെ തന്നെ. എന്റെ വീട്ടിലാണ് പൊട്ടി വീണിട്ട് ഒരു കൊമ്പ് പൊട്ടി വീണിട്ട് ഒരാഴ്ചയായി. അതിനോട് ചേർന്ന ഒരു മരം തന്നെ അത് ഒടിഞ്ഞിട്ട് ആയിരുന്നു. അതിനെ വെട്ടി മാറ്റിയത് ഞായറാഴ്ചയാണ്. 3 ദിവസമായിട്ടുള്ള 3 ദിവസം ഞായറാഴ്ച വെട്ടി മാറ്റിയത് വൈകുന്നേരം. കേട്ടെ, ഇതിന്റെ അകത്ത് ഷാജിയുമായിട്ട് ബന്ധമുള്ള ഭവനവേദ. ഈ മരം മുറിച്ചു മാറ്റിയതിന്റെ അകത്ത് ഷാജി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എന്നെ കർത്താവ് എന്നെ കാണിക്കുക. ശ്രദ്ധിച്ചോണേ, 3 ദിവസമായിട്ടുള്ളത് വെട്ടി മാറ്റിയിട്ട് അതിൻ്റെ അകത്ത് ഷാജിയുമായിട്ട് കണക്ട് ചെയ്ത ആരാണോ ഇന്ന് ആ ഭവനം കർത്താവിൻ്റെ പ്രവൃത്തി
അതൊരു അടയാളം കാണിക്കുന്നു. ദൈവത്തിൽ നിന്നും ഒരു നന്മ, ഒരു ഗുഡ് ന്യൂസ് കേൾക്കാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ്. ആമേൻ. ബ്രദറെ, എന്റെ പേരാണ് ഷാജി. എന്റെ വീട്ടിലാണ് ഒരു ഈ മുരിങ്ങ മരം വെട്ടി കുറ്റിയായിട്ട് നിൽക്കുന്നത് എന്റെ വീട്ടിലാണ്. എത്ര ദിവസമായി? അതിപ്പോ 3 ദിവസമായിട്ടുള്ളൂ. 3 ദിവസമായി മുറിച്ച് മാറ്റിയിരിക്കുന്ന ഭവനം. സഹോദരന്റെ പേരെങ്ങനെയായിരുന്നു? എന്റെ പേര് ഷാജി. കർത്താവ് എത്ര വിശ്വസ്തനാ നോക്കിയേ. കർത്താവ് എത്ര സഹോദര, ഈ പേരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എന്നോട് ഈ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇപ്പം ഈ 3 ദിവസം മുമ്പ് മരം മുറിച്ച് മാറ്റിയ കാഴ്ച ഞങ്ങൾ കാണാൻ വല്ല സാധ്യതയുണ്ടോ? കേൾക്കുന്നുണ്ടോ സഹോദര? കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കട്ടായി പോയി. നിങ്ങൾ ഒരേപോലെ മ്യൂട്ട് മാറ്റരുതേ. ഇപ്പൊ ആ സഹോദര പറഞ്ഞ ബ്രദർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ക്ലിയർ അല്ല. ഈ ബ്രദറെ, ഞങ്ങൾ ഇത് വല്ലതും കാണാൻ വഴിയുണ്ടോ? കേൾക്കുന്നുണ്ടോ? ക്ലിയർ അല്ല. കർത്താവ് എത്ര വിശ്വസ്തനാന്ന് നോക്കിയേ. ദൈവാത്മാവ് ഇന്ന് ആ ഭവനത്തിന്റെ അകത്തൊരു അടയാളം കാണിച്ചു. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഷാജി. സഹോദര ക്ലിയർ ആകുന്നില്ല, നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണ്. ദൈവം എത്രയോ വിശ്വസ്തൻ. കർത്താവ് നിങ്ങളുടെ ഭവനങ്ങളെ അറിയുന്നു. ദൈവത്തിനൊന്നും മറവല്ല പ്രിയരെ. ഇന്ന് ഷാജി ബദറെ കേട്ടെ. എന്നാ മുറിച്ചു മാറ്റിയത് മരത്തിന്റെ കുഴപ്പമല്ല, വീടിന്റെ കുഴപ്പം പറയാൻ വേണ്ടിയല്ല. കർത്താവിൻ്റെ ഉള്ളത്തിൽ പറഞ്ഞു, ഈ മുറിച്ചു മാറ്റിയ ഒരു മരം എന്നെ കാണിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, കർത്താവ് ഇത് എങ്ങനെ മനസ്സിലാവും? കാര്യം എല്ലാ വീട്ടിലും ഏതെങ്കിലുമൊക്കെ ഒരു മുറിച്ചു മാറ്റിയ മരം ഉണ്ടെന്ന് പറഞ്ഞു. 3 ദിവസം മുമ്പാണത് മുറിച്ചു മാറ്റിയത്. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു ഞങ്ങളുടെ ഭവനത്തിലാണ്. എന്നാൽ കർത്താവ് ഇത്രയും പേര് വന്നപ്പോൾ ഞാൻ കർത്താവ് ഇത് ഏത് ഭവനത്തെയാണ് തൊടാൻ വേണ്ടി പോകുന്നത്? അവിടെ കർത്താവ് പറഞ്ഞു ഷാജിയുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. ആ സഹോദരൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ പേര് ഷാജി എന്നാണ്. 3 ദിവസം മുമ്പാണ് അദ്ദേഹം അത് മുറിച്ചത്. അപ്പം ഇതെല്ലാം ദൈവം കാണുന്ന പ്രിയരെ. നമുക്കറിയാം, ഒരു വ്യക്തി ഒരിക്കലും ബ്രദറെ ഞാൻ ഇന്ന് മരം മുറിക്കാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞിട്ട് ആരും എന്ത് ചെയ്യത്തില്ല, പറഞ്ഞു തരത്തില്ല. പക്ഷെ ദൈവം അടയാളങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ലോകത്തിനത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വന്നത് കാണാൻ കഴിയത്തില്ല, പക്ഷെ നിങ്ങൾക്കത് കാണാൻ പറ്റും. കർത്താവ് അത് ഉറപ്പിക്കുന്നതാണ്. ഷാജി ബദറെ, ഭവനത്തിൻ്റെ അകത്ത് കർത്താവിൻ്റെ വെളിച്ചം വെളിപ്പെടാൻ വേണ്ടി പോവാണ്. ദൈവം എന്നോട് ഉള്ളത്തിൽ ഇങ്ങനെ ഒരു വാക്ക് പറയുന്നു, ആ ഭവനത്തിൻ്റെ ഷെയ്പ്പ് മാറ്റാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ അങ്ങയുടെ കൃപ പെരുകുന്നല്ലോ. അസാധാരണമായ ദൈവമേ, അങ്ങയുടെ പ്രവൃത്തി ഇന്ന് നടക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാനൊരു ഈ 2017 ഒരു ഡയറി ഞാൻ കാണുക. 2017 ഒരു ഡയറി. ഈ ഡയറി ഞാൻ കാണുമ്പോഴെല്ലാം നമ്മുടെ ഹെഡ്സെറ്റ് ഉണ്ടല്ലോ, ചെവി വെക്കുന്ന ഹെഡ്സെറ്റ്, ഈ ഹെഡ്സെറ്റ് ഇങ്ങനെ ഈ ഡയറിയോട് ചേർന്നിങ്ങനെ ഇരിക്കുന്നത്, ഈ ഹെഡ്സെറ്റും ഈ ഡയറിയും ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. 2017 എഴുതിയിരിക്കുന്ന ഒരു ഡയറിയാണ് ഞാൻ കാണുന്നത്. അത് ഏത് വീട്ടിലാണ് ഇതിരിക്കുന്നത്? 2017 ഡയറി. ഞാൻ അതിൻ്റെ അകത്തൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത്. ഞാൻ ആ ഡയറി തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ജെ എന്ന് പറയുന്ന ഒരു പേരിൻ്റെ ആരംഭം കണ്ടുകൊണ്ടിരിക്കുക. ലോർഡ് ജീസസ്. ആരുമായിട്ട് അത് കണക്ട് ചെയ്തിട്ടാണോ ഈ ഡയറി? ഇപ്പോൾ ഇത് 2026 പക്ഷെ 2017 ഡയറിയാണ് ഞാൻ അവിടെ ഇരിക്കുന്നത് കാണുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഏത് ഭവനവുമായിട്ട് ബന്ധപ്പെട്ടതാണോ ഞാനിപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ കൃപ പെരുകുന്നല്ലോ. ഇന്ന് ആ ഭവനത്തിൻ്റെ അകത്ത്, പ്രത്യേകിച്ച് അത് ഇരിക്കുന്ന സ്ഥലത്ത്, ആ മുറി ഏതാണോ, എവിടെയാണോ ഇരിക്കുന്നത്, ഇന്ന് അവിടെ ഒരു പ്രവൃത്തി വെളിപ്പെടും.
ആരുടെ ഭവനത്തിലാണ് അത് ഇരിക്കുന്നത്? ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ്. എന്തോ ഞങ്ങളുടെ പള്ളിയുടെ ഒരു ഡയറി എന്റെ കയ്യിലുണ്ട്. 2017 16-17. അത് അതില് ജയ എന്ന് പറയുന്ന എന്റെ മോടെ പേരിന്റെ ആദ്യത്തെ ലെറ്ററാണ്. എന്റെ ഹസ്ബൻഡിന്റെ പേര്. എല്ലാവരെയും ജയ സ്റ്റാർട്ടിങ്. എല്ലാരും ജയ. ഓൾമോസ്റ്റ് സണ്ണിലോ എല്ലാരും ജയ. കുഞ്ഞുങ്ങളെ കൊച്ചുമക്കളെ എല്ലാം ജയിലാ സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്റെ ഒഴിച്ച്. ജൂൺ ആരാ? ജൂണ് സണ്ണിലോ സണ്ണിലെയാ ജനിച്ചേക്കുന്ന അല്ലേ? ലോർഡ് ജീസസ്. ഇതിങ്ങനെ എവിടെ ഇരിക്കുന്ന ഈ ഡയറി ഇപ്പം? ഇപ്പൊ ഞാനിരിക്കുന്ന മുറിയിലെ ഒരു ഡ്രോയറിൽ ഞാൻ വെച്ചിരിക്കും. ഇങ്ങനെ ബൈബിളിലെ വേഴ്സസ് ഒക്കെ എഴുതി ഇങ്ങനെ ഒരു മുറിയിലായിരിക്കുന്നത്. ടീച്ചേഴ്സിന്റെ ഓരോന്നൊക്കെ എഴുതി വെക്കുന്ന ഇങ്ങനെ. ലോർഡ് ജീസസ്. പ്രസംഗം കേൾക്കുമ്പോ അതിന് നോട്ട് ചെയ്ത് വെക്കുന്ന നോട്ട്. ബാക്കി എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. ലോർഡ് ജീസസ്. സിസ്റ്റർ, ആ ഡയറി തന്നെ ആ ഡയറി തുറക്കുമ്പോ തന്നെ ആ ഡയറിയിൽ ജൂൺ മാസത്തിലുള്ള ആ ഭാഗമുണ്ട്. ഡയറിയിൽ ഒരു മാസം ഉണ്ടല്ലോ, എല്ലാ മാസവും. ആ ജൂൺ മാസത്തെ ആ പാരഗ്രാഫ് വരുന്നത് തുറക്കാവോ? അവിടെ വരെ എത്തിയോ? ജൂൺ മാസം എഴുതിയേക്കുന്നതിൽ എഴുതാവോ? തുറക്കാവോ? ജൂൺ മാസത്തിൽ കേൾക്കുന്നുണ്ടോ? ഹലോ, അതിലെ മന്ത് നോട്ട് ഡൗൺ ചെയ്തിട്ടില്ല. അപ്പൊ 2016-17 പാരിഷ് ഡയറി എന്നേ ഉള്ളൂ, മെൻഷൻ ചെയ്തിട്ടില്ല. ജൂൺ മാസം മെൻഷൻ ചെയ്തിട്ടില്ല. ഇല്ലില്ല, ഒരു മന്ത് മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, ജൂൺ മാസം മെൻഷൻ ചെയ്തേക്കുന്ന ഡയറി, അതായത് ആ ഡയറിയിൽ മാസങ്ങൾ ഇങ്ങനെ ലാസ്റ്റിൽ അതിന്റെ മന്ത് ഉണ്ട്. അങ്ങനെയല്ല, ഓരോ ഡയറിയിലും ഓരോ പേജുകളിൽ ചില പേജിൽ ഡേറ്റുകൾ വരുന്നുണ്ടല്ലോ, മാസങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന ഡയറി ഏതാണോ അതിൽ ജൂൺ മാസം 2017 ആണ് ശരിക്കും എന്റെ മോടെ കൊച്ചുമോൻ ജനിച്ചത്. എനിക്ക് ജൂണിലാണ്, 2017 എന്റെ കയ്യിലുള്ള ഡയറി. അതിൽ ഈ മാസങ്ങൾ ഉള്ളതാണോ? 2017 എന്റെ ഡയറി. അതെ ബ്രദറെ, എന്റെ പേര് ജെസ്സി എന്നാണ്. ഞാൻ ജൂൺ 8-ാം തീയതി ജനിച്ചത്. ജൂൺ 8-ാം തീയതി ജനിച്ചയാള്. സിസ്റ്ററുടെ പേര് ജയിൽ ആരംഭിക്കുന്നത് അല്ലേ? ജെസ്സി. 2017 ഡയറി ഇപ്പോഴവിടെ ഉണ്ട്. അതേത് മുറിയിലായിരിക്കുന്നത്? ഉണ്ട് അതിനകത്ത്. അത് ഞാനിപ്പോ ഇരിക്കുന്ന ഫ്രണ്ട് റൂമിലാണ് ഇരിക്കുന്നത്. സിസ്റ്ററുടെ മുറിയിലാണ്. എന്റെ അടുത്തൊരു ഹെഡ്സെറ്റ് ഇരിപ്പുണ്ട് എന്റെ അടുത്ത് തന്നെ. കണ്ടോ കർത്താവ് എത്ര വിശ്വസം. ഞാനിത് ഹെഡ്സെറ്റ് ഇരിപ്പുണ്ട്. എത്ര പേരത് കേട്ടായിരുന്നു? ഇതിന്റെ കൂടെ ഹെഡ്സെറ്റ് ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആത്മാവിൽ ആ മുറിക്കകത്ത് ഇങ്ങനെ കയറി നിൽക്കുക. അപ്പൊ ഞാനിത് കാണുന്നതാണ് ഈ പറയുന്നത്. ഞാനിതിന്റെ അകത്ത് ഹെഡ്സെറ്റ്, അപ്പൊ ഞാനടുത്ത് ഹെഡ്സെറ്റും ഡയറിയായിട്ട് എന്നാ ബന്ധം? 2026 നിൽക്കുന്നയാളും 2017 ഡയറിയുമായിട്ട് ഇത്തിരി വ്യത്യാസമുണ്ട്, കാലഘട്ടങ്ങൾക്ക് വ്യത്യാസമുണ്ട്. എന്നാ കർത്താവ് പറയുന്നു, ജയ എന്ന് പറയുന്ന അക്ഷരം ഞാൻ ആ ഡയറി കാണുന്നു. അതോടൊപ്പം തന്നെ ജൂൺ മാസം, സിസ്റ്റർ ജനിച്ചത് ജൂൺ മാസത്തിലാ അല്ലേ? ജൂൺ 8-ാം തീയതി. ജൂൺ 8. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. സിസ്റ്റർ, ആ ഡയറിയിൽ ജൂൺ മാസം കാണാൻ പറ്റുന്നുണ്ടോ? ഡയറി തുറക്കാവോ? ജൂൺ ഉണ്ട് ബ്രദർ. എന്തേലും എഴുതിയിട്ടുണ്ടോ അവിടെ? കാണാൻ പറ്റുന്നുണ്ട്. എന്തെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടോ? വചനങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഏത് വചനം എഴുതിയേക്കുന്നത്? ഏത് വാക്യം? അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഡയറി വചനങ്ങളാണ്, വചനവും പ്രസംഗങ്ങളൊക്കെയാണ് എഴുതിയെടുത്തിട്ടുള്ളത്. അല്ല, ഈ ജൂൺ എന്ന് പറയുന്ന മാസം ഇട്ടേക്ക് ആ പേജിൽ എന്നെ എഴുതിയേക്കുന്നത്. ജൂൺ മാസം 1 മുതൽ എന്തേലും എഴുതിയിട്ടുണ്ടോ ജൂൺ മാസത്തില്? എന്നെ എഴുതിയേക്കുന്നത് 1-ാം തീയതി എഴുതിയിരിക്കുന്നത് യഹോവ പ്രസാദമുള്ളത് ചെയ്തു എന്നാണ് 1-ാമത്തെ ജയിലിൽ എഴുതിയിരിക്കുന്നത്. ഹിസ്കിയാവിനോട് ഇരിക്കുവാനും കാരണം രാജാവ് ദൈവം, അങ്ങനെയാണ് വചനങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ചോദിച്ചത് ലെസ്റ്ററെ, ഇപ്പം ജൂൺ മാസത്തിൽ എഴുതിയേക്കുന്ന ആ പേജിൽ അതായത് ആ പേജിൽ ജൂൺ എന്നുള്ളതിൽ പേജിൽ ആരംഭിച്ചിരിക്കുന്ന വചനം മിസ്റ്റർ വായിച്ചത് ഈ വാക്യമാണോ? എസെക്കിയേലിന്റെ പുസ്തകത്തിലെ അദ്ദേഹം എന്ത് വെച്ചിട്ട് നോക്കാം 18
3 ഞാൻ പറയാൻ പോകുന്നത് ഒരു സിസ്റ്ററെ, അതിലൊന്ന് കൈവെക്ക. ആ വചനം പോലെ, ആ വചനപ്രകാരം ഒരു വലിയ നന്മ തുറക്കാൻ വേണ്ടി പോവാന്നിട്ട് പറയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് കൈവെച്ച് ആ വാക്യത്തില്. ഞാൻ അതുകൊണ്ടാണ് ജൂൺ മാസം തുറക്കാൻ പറഞ്ഞത്. ജൂൺ മാസത്തിൽ ജനിച്ചയാള് ജൂൺ മാസത്തിലെ ഡയറിയിലുള്ള പേപ്പർ അതിൽ കൈവെക്കാൻ വേണ്ടി പറയുന്നു. ജയെന്ന് പറയുന്ന അക്ഷരത്തിലാണ് ആരംഭിക്കുന്നത്. ആ വചനം ഒന്ന് ഉറക്കെ വായിക്കാൻ പറ്റുമോ സിസ്റ്ററെ? പറ്റുമോ? എടുക്കാൻ പറ്റുന്ന പ്രസാദമുള്ളത് ബുക്കിൽ എഴുതിയിരിക്കുന്നതാണ്. കുഴപ്പമില്ല, വായിച്ചോ. അദ്ദേഹം അവസാനം ഇങ്ങനെ ചെയ്തു. ഹിസ്കിയാവിനെ പറ്റി പറയുന്നത് യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. അപ്പോൾ ദൈവം രാജാവിനോട് ഇരിക്കുവാൻ കാരണം രാജാവ് ദൈവത്തിന് പ്രസാദമുള്ളത്. നമ്മൾ എല്ലാവരും ദൈവത്തെ പ്രസാദിപ്പാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ പല കാര്യങ്ങളും ദൈവത്തെ പ്രസംഗം വായിക്കണ്ട. പല രീതിയിലാണ്. സിസ്റ്റർ ഒരു മിനിറ്റ് മുഴുവൻ പ്രസംഗം വായിക്കണ്ട. പ്രസംഗം വേണ്ട. ഓക്കെ, പ്രസംഗം പറഞ്ഞത് പ്രസംഗം വായിക്കണ്ട. എനിക്ക് ആ വാക്യം കിട്ടാൻ വേണ്ടിയായിരുന്നു. ആ വചനം പോലെ ദൈവത്തിന്റെ പ്രസാദം വെളിപ്പെടാൻ വേണ്ടി പോവാണ്. എന്റെ ഉള്ളത്തിൽ പറയുന്നു അൺമെറിറ്റബിൾ ഫേവർ വെളിപ്പെടാൻ പോകുമ്പോ, അൺമെറിറ്റബിൾ ഫേവർ, ദൈവത്തിന്റെ പ്രസാദം വെളിപ്പെടാൻ വേണ്ടി പോവാ യേശുവിന്റെ നാമത്തിൽ. അപ്പൊ ഞാൻ അനുഗ്രഹിക്കുന്ന കൈ എടുത്തു വെക്കാവാ. ജൂൺ മാസത്തിലെ വചനത്തിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് റിലീസ് ചെയ്യുന്നു. അത്ഭുതം 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 റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. കർത്താവ് എത്ര വിശ്വസ്തൻ പ്രിയരെ, ദൈവം എത്രത്തോളം വിശ്വസ്തൻ. നിങ്ങൾക്കറിയാവോ, ഈ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഡെലിവറൻസിന് നിങ്ങൾ ഒരിക്കലും ശുശ്രൂഷകളെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. കർത്താവ് വചനം പറയാൻ വേണ്ടി മാത്രമല്ല നമ്മെ അയച്ചിരിക്കുന്നത്, വിടിവിക്കുവാനും കൂടെ വേണ്ടിയാണ്. അനേകരെ വിടിവിക്കുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒരറിയിപ്പ് ഞാൻ പറഞ്ഞോട്ടെ. ജൂലൈ മാസം 25-ാം തീയതി, ഈ മാസം 25-ാം തീയതി UK നമ്മളിത് പ്രൊഫറ്റിക്കൽ ഹീലിംഗ് ഡെലിവറൻസ് നേരിട്ടുണ്ട്. സെയിം സ്ഥലത്ത് തന്നെയാണ്, ഈസ്റ്റ് ഹാം ടൗണിലാണ്. പക്ഷെ പലർക്കും കഴിഞ്ഞ പ്രാവശ്യം തെറ്റിപ്പോയി. ഈസ്റ്റ് ഹാം ടൗണിൽ നിന്നും അകത്തുള്ളൊരു സ്ഥലമാണ്. നിങ്ങൾ ആ അഡ്രസ്സ് ശ്രദ്ധിച്ചോണം. ലൈവിൽ കാണുന്നവരെ, ക്യാനിങ് ടൗൺ ലൈബ്രറിയാണ്. അതിൻ്റെ അകത്ത് ആ മാർക്കറ്റ് റോഡിൽ E16 1EH എന്നുള്ള അഡ്രസ്സാണ്. ശ്രദ്ധിച്ചോണം. UK നിങ്ങളുടെ സുഹൃത്തുക്കളോ മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, രോഗികളായിട്ടുള്ളവര്, തകർന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നവര്, തലമുറകൾ, ഇവരൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഉന്തി തള്ളി വിടുക. കാരണം പരിശുദ്ധാത്മാവ് ഭയങ്കരമായ കാര്യങ്ങളെ ചെയ്യും. അസാധാരണമായ കാര്യങ്ങളെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ട് അതിലൊരു ഭാഗമാകുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ ഇവിടെ വേണം. പാഴാക്കല്ലേ. എൻ്റെ ഡ്യൂട്ടി നിന്നോട് ഇത് പറയുക എന്നുള്ളതാണെന്ന് നിങ്ങൾ പറയണം. കർത്താവ് എന്നോട് ചോദിക്കും. അപ്പൊ ദൈവം തരുന്ന അവസരങ്ങളെ പാഴാക്കല്ലേ. എൻ്റെ കൂടെ എല്ലാവരും ഒന്ന് പറയാവോ, ഒറ്റ ആയുസേ ഉള്ളെന്ന് പറ. ഒരായുസേ നമുക്കുള്ളെന്ന് പറ. ആ ജീവനിൽ വാഴണമെന്ന് പറ. അതിന് നമുക്ക് കർത്താവിലും ദൈവത്തിന്റെ അമിത ബലവും ആവശ്യമാണ്. എത്രത്തോളം കൂട്ടായ്മയിൽ ബലപ്പെടാവോ അത്രത്തോളം ബലപ്പെട്ടോണം. ഈ ലോകത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾ ജ്യോതിസുകളെ പോലെ ആയിത്തീരുന്നു പറഞ്ഞു. കണ്ടോ, ജ്യോതിസുകളെ പോലെ. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് യേശു പറഞ്ഞു. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. കണ്ടോ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. അയൽവക്കത്തിൽ നാട്ടുകാർ പറയണം, നിങ്ങൾ താമസം മാറി പോകാൻ നിൽക്കുവാണെങ്കിൽ നാട്ടുകാർ തടയണം. യാക്കോബ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ലാബാൻ കാലി പിടിക്കുക, യാക്കോബെ നീ പോകരുത്, നീ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു. ഈ ദൂത് പോലെ വചനം ഒന്ന് പിടിച്ച് എൻ്റെ നാട്ടുകാരും എൻ്റെ വീട്ടുകാരും എൻ്റെ കൂടപ്പറപ്പുകളും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരും പറയും, നീ പോകരുതേ, നീ ഉള്ളതാണ് എൻ്റെ അനുഗ്രഹമെന്ന് എന്നെ പറ്റി പറയാൻ വേണ്ടി പോവാന്ന് പറ. അതേ വാക്കുകൾ എടുത്തു പറഞ്ഞ് എൻ്റെ നാട്ടുകാരും എൻ്റെ വീട്ടുകാരും എൻ്റെ കൂട്ടുകാരും എൻ്റെ സഹോദരങ്ങളും നാട്ടുകാരും എല്ലാവരും എന്നെ പറ്റി പറയാൻ വേണ്ടി പോവാണ്. നീ നിമിത്തം പറ, ഞാൻ നിമിത്തം യഹോവ അവരെ അനുഗ്രഹിക്കുമെന്ന് പറ. അല്പനേരം നമുക്ക് അന്യഭാഷ പറയാം. പരിശുദ്ധാത്മാവിന് അത്ഭുതകരമായ സൗഖ്യം വ്യാപരിക്കുക.
അത്ഭുതകരമായ ഡെലിവറൻസുകൾ വ്യാപരിക്കുക, അത്ഭുതകരമായ ദൈവപ്രവൃത്തി വ്യാപരിക്കുക. ആ കണ്ണുകളുടെ കാഴ്ച വർദ്ധിക്കുകയാണ്, കേൾവി വർദ്ധിക്കുകയാണ്, ആ ഊമർ സംസാരിക്കുകയാണ്, ആ മുടന്തുകൾ ഇപ്പോൾ ചാടി എണീക്കാൻ പോവാണ്. ആ പ്രൊഫറ്റിക്കൽ ഹീലിംഗ് ഡെലിവറൻസുകൾ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവേ തീ കത്തുന്നല്ലോ അപ്പ. ഓ യേശുവേ, ഓ യേശുവേ, റഥോഫിനാല ഹസ്തരി റഥോഷിബീരി ഗസ്ബറ്റേലിയ റമ റമാസറ്റേലി ബഹൂഷല റഥോഷ ദഹൂഷ തഹോസ കതേമ അർബീനിയ റഹോഫനാസ കെലാ റഗതേരിയാമ. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, തീ കത്തുന്നല്ലോ. എൻ്റെ ഉള്ളത്തിൽ വീടിൻ്റെ സൈഡിലായിട്ടുള്ള ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ആ ഭവനത്തിൽ ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുക. അയാളുടെ പേര് റിയാസ് എന്നാണ്. റിയാസിൻ്റെ അയൽവക്കമാണ് നിങ്ങൾ. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ പറയുക. ആരാണോ റിയാസിൻ്റെ അയൽവക്കം, ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ഇന്ന് നിങ്ങളിലൂടെ ദൈവം അവരെ തൊടാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇന്ന് ആ ഭവനത്തിൻ്റെ അടുത്തുള്ളത് ആരാണോ ഞാനിപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്താൻ വേണ്ടി പോവാം. ലോർഡ് ജീസസ് ആമേൻ പറഞ്ഞ് ദൈവികമായിട്ടുള്ള ആലോചനയെ ഏറ്റെടുത്തോണേ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ആരുടെ വീടുമായിട്ടാണോ അത് ബന്ധപ്പെട്ടത്, ആരുമായിട്ടാണോ ഈ അയൽവക്കം കണക്ട് ചെയ്ത് നിൽക്കുന്നത്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോൾ നന്മയാക്കി മാറ്റും. പറയാനുള്ളവരാണോ നീ മ്യൂട്ട് മാറ്റിയേക്കുന്നത്, അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. എന്തോ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുണ്ടായിരുന്നൊരു വീടാണ് റിയാസ്. അവരവിടുന്ന് സ്ഥലം വിറ്റ് ഒത്തിരി കടമൊക്കെ വന്നപ്പോ വാടകയ്ക്കാ താമസിക്കുന്നത്. ഓ യേശുവേ, ഇന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ ആദ്യം ഇവിടുന്ന് ഞങ്ങൾ മരമൊക്കെ വെട്ടിക്കൊടുത്തൊരു ചെറിയ ഷെഡൊക്കെ അവർക്ക് കെട്ടിക്കൊടുത്തതാ. ഇപ്പം ഒരുവിധം വീടൊക്കെ പണിതായിരുന്നു, പക്ഷെ ഒത്തിരി കടമായിട്ട് അത് വിറ്റ് ഇപ്പൊ വാടകയ്ക്കാ താമസിക്കുന്ന. അമ്മ വേറെ, മക്കൾ വേറെ, അങ്ങനെയൊക്കെ ആയിട്ട് താമസിക്കുന്നത്. സൗകര്യം ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇന്ന് ആ കുടുംബം തകരുവാൻ നിങ്ങളെ കർത്താവ് അവർക്ക് കണക്ട് ചെയ്തത് അവർ നശിക്കാൻ വേണ്ടിയല്ല, നിങ്ങളിലൂടെ കുടുംബം അവരെ അവകാശം പറഞ്ഞു പ്രാർത്ഥിക്കും. കർത്താവ് ഒരവസരം, കർത്താവിനെ സുവിശേഷവും ആ വിടുതലും പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ ശക്തമായിട്ട് അവർക്ക് വേണ്ടി ദൈവം ഈ ആലോചന പോലെ ഞങ്ങളെ ചെയ്യും. ഇങ്ങനെ തന്നെ പറഞ്ഞു പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവ് അതിനു വേണ്ടിയുള്ള ബലം തരും കേട്ടോ, ബലം തരും. നന്ദി കർത്താവെ, ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പോൾ നമുക്കറിയത്തില്ല, നമ്മുടെ അയൽവക്കത്തിലുള്ളവരെ പോലും നേടുവാൻ പ്രിയരെ അവർ തകരുവാൻ ദൈവം സമ്മതിക്കത്തില്ല കേട്ടോ. ഞാൻ എല്ലാ ദിവസവും എൻ്റെ അയൽവക്കത്ത് എല്ലാ ദിവസവും എൻ്റെ ഓർമ്മയിൽ വരുമ്പോഴെല്ലാം ഞാൻ എൻ്റെ ചുറ്റുമുള്ള ഭവനങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. കാര്യം നമ്മളെ ചുമ്മാതല്ല അവിടെ കൊണ്ടുവന്ന് പ്ലാൻ ചെയ്ത്, നിങ്ങൾക്കറിയാവോ, നമ്മൾ ഓർക്കും കർത്താവ് ഞാൻ എങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നാൽ, അല്ല, ദൈവം അവിടെ കൊണ്ട് നിങ്ങളെ പ്ലാന്റ് ചെയ്തിരിക്കുന്നതാണ്. അഭിഷേകമുള്ളവനെ ദൈവം എവിടെയും കൊണ്ട് ഇട്ടാൽ ദൈവം അറിയാതെയല്ല. ദാവീദിനെ അഭിഷേകം ചെയ്ത് കർത്താവ് കാട്ടിക്കൊണ്ടിട്ട്, സിംഹവേ നിനക്കറിയത്തില്ല അഭിഷേകം എന്നാന്നുള്ളത്, നിനക്ക് തൊടാൻ കഴിയത്തില്ല. കരടിയെ നിനക്ക് അറിയത്തില്ല അഭിഷേകമുള്ളവനെ നിനക്ക് തൊടാൻ കഴിയത്തില്ല. നിന്നെ കീറി മുറിക്കുന്ന ഒരു അഭിഷേകമാണ്. ഞാൻ കാട്ടിലാ കിടക്കുന്നെങ്കിൽ പോലും അഭിഷേകമുള്ളവൻ തന്നെയാണ്. ദൈവത്തിൻ്റെ അഭിഷേകം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ ദേശങ്ങളെ പിടിക്കും. മസൂഫറ്റ ഹാൽബിറ്റി വറ ഷമഫീനി ഹലോസൂഫ്ര കറ്റീബ സുഫാന റഥൂ ഷഥൂ 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 ഫന. മോൻസ് എന്ന് പറയുന്ന ഒരു പേരെൻ്റെ മനസ്സിലേക്ക് വരും. മോൻസ്. ഈ മോൻസുമായിട്ട് മോൻസിൻ്റെ ഭവനം ഏതാ? എന്നാൽ മോൻസിൻ്റെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നോട് പറയുക. യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവ് ഇന്ന് മോൻസുമായിട്ട് കണക്ട് ചെയ്ത ഭവനം ഏതാ? ഷലാഫ്സീറ്റു പറാഫീസ്. ഞാൻ ഈ മോൻസിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പെങ്ങളെയും കൂടെ കാണുന്നുണ്ട്. എൻ്റെ യേശുവേ, ഇന്ന് ആ ഭവനത്തിന് അങ്ങ് സഹായമായി നിൽക്കുന്നല്ലോ. മോൻസുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നപ്പോൾ. മോൻസ് എൻ്റെ അയൽവക്കത്തുള്ള ഒരു പയ്യൻ, അതിനൊരു പെങ്ങളൂടെ ഉണ്ട്. എൻ്റെ എൻ്റെ വീടിന്റെ മൂന്നാമത്തെ വീടാ. അവർ പെങ്ങളും ഉണ്ട് ഈ മോൻസിന്. അതെ. യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ കർത്താവ് ഇന്ന് ആ കുടുംബത്തെ തൊടുവാൻ ഇവരെ അഭിഷേകം ചെയ്യുന്നില്ലപ്പാ.
നിങ്ങൾ അനേകരെ എന്റെ വീടിന്റെ അടുത്തുള്ള മോൻസനുണ്ട്. പെങ്ങളുള്ളതാണോ മോൻസൺ? ഒരു പെങ്ങളും ഉണ്ട്, ഒരു അനിയനും ഉണ്ട്. കുക്കു. ഞാൻ പെങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ. സൗണ്ട് ഞാൻ എടുത്തു പറഞ്ഞത് ഒരു പെങ്ങളുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോ എന്റെ വീടിന്റെ അടുത്ത് ആ കൊച്ചിന് പെങ്ങള് മാത്രമേ ഉള്ളൂ. ഒരു പെങ്ങള് മാത്രമേ ഉള്ളൂ. എന്റെ യേശുവേ, ഇന്ന് അവർക്ക് വേണ്ടി നമ്മളിൽ പകർന്നെങ്കിൽ ചില അഭിഷേകം കർത്താവ് അനേകരെ തൊടുവാൻ വേണ്ടിയുള്ളതാണ്. ഞാനിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. നന്ദി കർത്താവ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഈ 17 1769 എന്നുള്ള നമ്പർ ആരാ ഉപയോഗിക്കുന്നത്? 1769 എന്നുള്ളത് ഈ നമ്പരുമായിട്ട് ബന്ധപ്പെട്ടത് ആരാ ഇന്ന് ഈ സൂമിലുള്ളത്? ഈ നമ്പർ എന്നെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. 1769. ലോർഡ് ജീസസ്, ഈ നമ്പരുമായിട്ട് എന്നാ കണക്ഷൻ? 1769 എൻ്റെ മനസ്സിലേക്ക് ആ നമ്പർ വരിക. അതൊരു വ്യക്തിയുമായിട്ട് കണക്റ്റ് ആയി കിടക്കുക. 1769. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അത്. യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ കർത്താവ്, ഇന്ന് ആ ശരീരത്തിന്റെ മേൽ അത്ഭുതം സംഭവിക്കുക. 1769 അല്ലേ? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ പ്ലാനുകളെ തകർക്കുന്നപ്പാ കർത്താവ് എന്നോട് പറയുന്ന ഒരു പ്രാർത്ഥന പോരാളിയാക്കി കർത്താവ് മാറ്റാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഒരു മണൽത്തരി വന്നിങ്ങനെ വീഴുന്നത് പോലൊരു ദർശനം ഞാൻ കാണുക. എന്നാൽ ആ മണൽത്തരികൾ വന്ന് വീഴുമ്പോൾ അതിങ്ങനെ തിളങ്ങുന്ന ഒന്നായി ശരീരത്തിലേക്ക് വീഴുന്നത് പോലെ ഒരു അഭിഷേകത്തിന്റെ ഒരു കാഴ്ച ഞാൻ കാണുക. യേശുവിന്റെ തിളക്കമുള്ള വെളിച്ചമുള്ള ഒരു കാഴ്ച ഞാൻ കാണുക. കർത്താവോട് പറയുന്ന അനേകരെ പ്രാർത്ഥിച്ച് വിടിവിക്കുന്ന വ്യക്തിയൊക്കെ കർത്താവ് മാറ്റാൻ വേണ്ടി പോവാ. ഞാനിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. സഹോദരങ്ങളെ, രോഗികളായി ഭാരപ്പെടുന്നവരെ, മിറക്കിൾ മണി ആഗ്രഹിക്കുന്നവർ, ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ആഗ്രഹിക്കുന്നവർ, എനിക്കിങ്ങനെ പോയാൽ പറ്റത്തില്ല. ബൈബിള് പറയുന്നത് ഞാൻ വായ്പ മേടിക്കരുത്. എൻ്റെ അർത്ഥം, സാലറി കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് തട്ടിയും മുട്ടിയും പോകാൻ പറ്റും. എന്നാൽ വായ്പ മേടിക്കാതെ, അടുത്ത വാക്യം പറയുമ്പോൾ ഞെട്ടിപ്പോവും, വാരി വീതറി കൊടുക്കും. യേശുവിൻ്റെ നാമത്തിൽ നന്മയുണ്ടാവും. ഇന്ന് കർത്താവ് അനേകരെ തീക്കാട്ടുന്ന വലിച്ചെടുക്കുവാൻ, നശിക്കുന്ന ജനറേഷനെ തീക്കാട്ടുന്ന വലിച്ചെടുക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി പോവാം. ഇന്ന് കർത്താവിൻ്റെ കൃപ ഇന്ന് പെരുകാൻ വേണ്ടി പോവാം. യേശുവേ, ദിവ്യസമാധാനത്താൽ അങ്ങ് നിറയ്ക്കുന്നല്ലോ, ഇന്ന് വേദനയുള്ളവരും രോഗികളും എല്ലാം ആ രോഗമുള്ള ഭാഗത്തുനിന്ന് കൈയെടുത്ത് വെക്കാവോ? ഒന്ന് കൈയെടുത്ത് വെക്കാവോ സഹോദരങ്ങളെ? ഇന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണേ. ഇന്ന് നിങ്ങൾ പ്രയർ റിക്വസ്റ്റുകൾ ഇപ്പൊ പറയണ്ട. നിങ്ങൾ ഏത് വിഷയത്തിന്റെ മാനസികമായും ശാരീരികമായും, 2 രീതിയിലാണ്, ശാരീരികമായും മാനസികമായും ഭാരപ്പെടുന്നവരെ ഒരു നിമിഷം നമുക്ക് നാളെ ഇന്ത്യൻ സമയം 6:30 നമുക്ക് വുമൺസ് മീറ്റിംഗ് ഉണ്ട്. നാളെ നമുക്ക് ഈവനിങ് ചിലപ്പോൾ മീറ്റിംഗ് കാണത്തില്ല. നാളെ നമുക്ക് വുമൺസ് മീറ്റിംഗ് ഉണ്ട്. അപ്പം 6:30 അതിൻ്റെ സെയിം ലിങ്ക് തന്നെയാണ്. 6:30 ആകുമ്പോൾ നമ്മുടെ സെയിം പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന സെയിം ലിങ്ക് തന്നെ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അതിലൂടെ നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ പ്രവേശിക്കാം. വൈകിട്ട് നമുക്ക് നാളെ ഇന്ന് അതുകൊണ്ടാണ് ഡെലിവറൻസ് പ്രയർ ശരിക്കും പറഞ്ഞാൽ നാളെയായിരുന്നു. ഇന്ന് ഇങ്ങോട്ട് മാറ്റിയതിൻ്റെ കാരണം ചിലപ്പോൾ നാളെ പ്രാർത്ഥന കാണത്തില്ല. നാളെ നമുക്ക് വുമൺസ് മീറ്റിംഗേ ഉള്ളൂ. അപ്പം അതിൽ നിങ്ങൾ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഇന്ത്യൻ സമയം 6:30 എനിക്ക് വന്നല്ലേ? 6:30 കഴിഞ്ഞ പ്രാവശ്യം? അതെ, 6:30 കഴിഞ്ഞ പ്രാവശ്യം 6:30 അപ്പോൾ ആ സമയത്ത് അതിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പങ്കുചേരുക. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തികൾ കർത്താവ് അവിടെ ചെയ്യും. വൻ കാര്യങ്ങളെ കർത്താവ് പ്രവർത്തിക്കും. ഒരു നിമിഷം രോഗികളായിട്ട് ഭാരപ്പെടുന്നവരെല്ലാം കൈ എടുത്തു വെച്ച്, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ രോഗത്താൽ ഭാരപ്പെടുന്നവർ കൈയെടുത്ത് വെച്ച്, വേദനയുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച്,
കർത്താവെ, ഇന്ന് ചില സർജറികൾ മാറിപ്പോവാണ്. സർജറി വേണ്ട. ഇനി ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവരെ സ്വന്തം കൈയെടുത്ത് ബോട്ടിട്ട് വെച്ചിട്ട് പറയുകയാണ്, എൻ്റെ ബ്ലഡിലെ കൗണ്ട് ഇനി ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞോണം യേശുവിൻ്റെ നാമത്തിൽ ഷുഗറും പ്രഷറും ഡയബറ്റിക്കും ഒക്കെ എൻ്റെ ജീവിതകാലം മുഴുവൻ നോർമലായിട്ടിരിക്കും. പുതിയൊരു പാൻക്രിയാസ്, പുതിയൊരു ഇൻസുലിൻ സിസ്റ്റം, പുതിയൊരു ബ്ലഡ് എനിക്ക് കർത്താവ് തരുക. പുതിയത് തന്നെ പിടിച്ചോ, നമ്മുടെ സെക്കൻഡ് ഹാൻഡ് ഇല്ല. കർത്താവ് യേശു നമുക്ക് വേണ്ടി മുറിവേറ്റത് പ്രിയരെ, ഇന്ന് അത്ഭുതങ്ങൾ നിങ്ങളിൽ സംഭവിക്കുക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്ന കൈയെടുത്ത് വെച്ച്, വേദനയുള്ള ഭാഗത്ത്, രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച്, യേശുവിൻ്റെ തിരുമുറിവിനാൽ